Hi everyone, it's me Harsha and welcome back to my channel. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഗേൾസ് ഒക്കെ നമ്മുടെ ബോഡിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മറ്റൊരു പെൺകുട്ടി നല്ലൊരു ഡ്രസ്സ് ഇട്ടേക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വാവ് എന്ത് രസമാണ് പെൺകുട്ടി ആ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അല്ല, കൊച്ചിട്ടേക്കുന്ന ഡ്രസ്സ് എന്ത് രസമുണ്ട്. പക്ഷെ ഞാനിട്ടാൽ എനിക്കത് ചേരില്ല. അതെന്താ ചേരാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല അല്ലേ? അപ്പം നമ്മുടെ ബോഡീനെ കുറിച്ചിട്ട് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട്. നമ്മൾ വെറുതെ കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഡെസ്പ് ആവുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ബോഡിയുടെ കുറച്ച് ഫാക്ട്സ് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതല്ലേ? അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തേക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ നോ യുവർ ബോഡി ടൈപ്പ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളുടെ ഡ്രസ്സ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വാവ് ആ കുട്ടിക്ക് ആ ഡ്രസ്സ് എന്ത് നന്നായിട്ടാണ് ചേരുന്നത്. പക്ഷെ എനിക്കിട്ടാൽ അത് ചേരത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ബോഡി ടൈപ്പ് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ബോഡി ടൈപ്പ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ഡ്രസ്സസും ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. ഇപ്പോൾ ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് ബോഡി ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം തരുന്നുള്ളൂ. നമ്മുടെ ബോഡി ശരിക്കും 5 ടൈപ്സ് ഓഫ് ബോഡി ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ചിലർക്ക് റൗണ്ട് ഷേപ്പ് ആയിരിക്കും, ചിലർക്ക് പിയർ ഷേപ്ഡ് ആയിരിക്കും, റെക്ടാങ്കിൾ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പ്. അങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഷോൾഡേഴ്സ് ബ്രോഡായിരിക്കും, ബോട്ടം പോർഷൻ നമുക്ക് നല്ല തിന്നായിട്ടുള്ളതായിരിക്കും. അങ്ങനെ പിയർ ഷേപ്പ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോർഷനൊക്കെ വൈഡായിരിക്കും, മിഡിൽ പോർഷൻ കുറവായിരിക്കും, ആൻഡ് ബോട്ടം പോർഷൻ നല്ല വൈഡായിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ബോഡി ടൈപ്പ് അറിഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചേരും അല്ലേ? ഇപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഒരു ബോഡി ടൈപ്പാണ്. അപ്പം ഞാൻ ഐ തിങ്ക് എന്തിട്ടാലും എനിക്ക് ചേരും അല്ലേ? അങ്ങനെ ഇപ്പം ഹിപ്പ് ഏരിയ ഒക്കെ കൂടുതലുള്ള ആൾക്കാർ നമുക്ക് അതുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സസ് ഇടാനായിട്ട്. എല്ലാ ബോഡി ടൈപ്പും നല്ലതാണ് കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയത് നമുക്ക് എൻഹാൻസ് ചെയ്യണം, അതാണ് നമ്മൾ വേണ്ടത്. അല്ലാണ്ട് അയ്യോ എൻ്റെ ബോഡി ടൈപ്പ് ഇങ്ങനെയാണ്, എനിക്ക് അതിട്ടാൽ ശരിയാവത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡിക്ക് ചേരുന്ന ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സെക്കൻഡ് ഫാക്ട് എന്ന് പറയുന്നത് നോ യുവർ ബ്രസ്റ്റ് ഷേപ്പ്. യെസ്, ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. ചിലരുടെ ബ്രസ്റ്റ് വലുതായിരിക്കും, ചിലരുടെ ചെറുതായിരിക്കും, ചിലത് വലുതും ചെറുതും ഉണ്ടാവും, ചിലരുടെ നിപ്പിൾ പോർഷൻ ചെറുതും വലുതും ഉണ്ടാവും, ചിലരുടെ ബ്രസ്റ്റ് താഴോട്ടായിരിക്കും, ചിലരുടെ മേളിലോട്ടായിരിക്കും, ചിലരുടെ നിപ്പിൾ ഒരെണ്ണം ചെറുതായിരിക്കും, ഒരെണ്ണം വലുതായിരിക്കും, ഒരെണ്ണം താഴ്ന്നതും ഒരെണ്ണം മേളിലോട്ടും ആയിരിക്കും. ആൻഡ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ ചിലർക്ക് ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാകും. അങ്ങനെയൊക്കെ അത് എല്ലാം നോർമലാണ്. ഓക്കെ, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ബോഡിയിൽ എന്തുണ്ടോ അതൊക്കെ ഒരു നോർമലാണ്. പക്ഷെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതേ ഇല്ല. നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ചിലവരുടെയൊക്കെ ബ്രസ്റ്റ് നല്ല ഉരുണ്ട ബ്രസ്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ പലരുടെയും മീൻസ് കുറേ ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ മീൻസ് നമ്മൾ അണ്ടർ ഗാർമെൻസിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ അവരുടെയൊക്കെ ബ്രസ്റ്റ് കാണുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയിൽ നല്ല ഉരുണ്ടിട്ടൊക്കെയുള്ള ബ്രസ്റ്റ് ആയിരിക്കും അല്ലേ? അതെന്ന് പറയുമ്പോൾ ചിലവർക്ക് അങ്ങനെ നാച്ചുറലി അങ്ങനെ കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് വഴി അങ്ങനെയൊക്കെ ഒരുപാട് വഴികൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതൊക്കെ നോർമലാണ്. അതാണ് ഏറ്റവും ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ആൻഡ് നമ്മളത് നോർമലൈസ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ ടെൻഷൻ മാറും. ആൻഡ് നമ്മുടെ ബ്രസ്റ്റ് സൈസിൻ്റെ അക്കോർഡിംഗ് നമ്മൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു നോർമൽ പിക്ചർ ആവും. ഫാക്ട് ബോഡി ഹെയർ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. എല്ലാവർക്കും
ബോഡി ഹെയർ ഉണ്ട്. ചിലവർക്ക് കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. ചിലവർക്ക് ചില ബോഡി പാർട്സിൽ കൂടുതലായിരിക്കും, ചില ബോഡി പാർട്സിൽ കുറവായിരിക്കും. അണ്ടർ ആംസ് കൂടുതലായിരിക്കും, നമ്മുടെ പ്രൈവറ്റ് ഏരിയസിലുണ്ടാവും, അങ്ങനെയൊക്കെ. അതൊക്കെ നോർമലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, അയ്യോ എൻ്റെ ബോഡിയിൽ നല്ല ഹെയർ ആണ്, അവൾക്ക് ഹെയർ കുറവാണ്, അതെന്താ അങ്ങനെ. അതൊക്കെ പലതും പല ഫാക്ടേഴ്സാണ് കേട്ടോ. ഹോർമോണൽ ഫാക്ടർ ഉണ്ടാവാം, ജീൻസ് ഉണ്ട്, ജനറ്റിക്കൽ ഫാക്ടർ ഉണ്ടാവാം, അങ്ങനെയൊക്കെ. പിന്നെ മെഡിക്കൽ ഫാക്ടേഴ്സും ഉണ്ടാവും. അതായത് PCOD PCOS ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷെ അതൊക്കെ നോർമലാണ്. പക്ഷെ നമ്മളൊരു ഹൈജീൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. വാക്സിങ് ചെയ്യാം, റേസർ ചെയ്യാം, അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കുറേ 7-8 സിറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്കൊന്ന് 5-6 സിറ്റിങ്സിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാം. എനിക്കൊന്ന് ഹെയർ ഗ്രോത്ത് ഇല്ലാണ്ട് തന്നെ ആക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ. അപ്പം പലർക്കും പല ഗ്രോത്ത് ആയിരിക്കും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഹെയറിൽ, അതായത് തലയിൽ നല്ല ഹെയർ ഗ്രോത്ത്, നല്ല മുടിയുണ്ട് എനിക്ക്. ഓക്കെ, പക്ഷെ എൻ്റെ ഫുൾ ബോഡിയിൽ അത്ര ഹെയർ ഇല്ല. ചിലവർക്കൊക്കെ പുറത്തൊക്കെ നല്ല ഹെയർ ആയിരിക്കും, മീശ, അതായത് നമ്മുടെ അപ്പർ ലിപ്സ് വരും, ചിലർക്ക് താടി വരും, ഐബ്രോസും നല്ല തിക്കായിരിക്കും. പക്ഷെ എൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ എനിക്ക് എൻ്റെ തലയിലാണ് കൊള്ളുന്നത്. അല്ലാണ്ട് എൻ്റെ ആംസിൽ, ലെഗ്സിൽ, അങ്ങനെ ഫുൾ ബോഡിയിലൊന്നും എനിക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഇല്ല. പക്ഷെ എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്കറിയാവുന്ന ആൾക്കാരും ഉണ്ട്, അവർക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് ലേസർ വെച്ചിട്ട്, അല്ലെങ്കിൽ വാക്സിങ് വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റേസർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ബോഡി ഫാക്റ്റ് എന്ന് പറയുന്നത് ബോഡി കളറാണ്. ടോട്ടലി നോർമലാണ്. ഓക്കെ, എല്ലാവർക്കും ഇവിടെ നിന്ന് തുടങ്ങി താഴെ വരെ ഒരേ കളർ ആവണമെന്നില്ല. പലർക്കും പല കളറായിരിക്കും. ഫേസിന് വേറെ കളർ, നെക്കിന് വേറെ കളർ, ആംസിന് വേറെ, ബോഡിക്ക് വേറെ, കാലിന് വേറെ, ബാക്കിന് വേറെ, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം പലർക്കും പല കളറായിരിക്കും. ഇതും ടോട്ടലി നോർമലാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ നല്ല ഡാർക്കനായിരിക്കും, ബട്ടക്സ് ഏരിയയൊക്കെ നല്ല ഡാർക്കനായിരിക്കും, ചിലർക്കൊക്കെ നെക്ക് ഏരിയയിൽ ഡാർക്കനായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ടോട്ടലി നോർമലാണ്. ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഡാർക്ക് കളറൊക്കെ നോർമലാണ്. നമ്മുടെ ബോഡി നമ്മൾ കുഞ്ഞിലെ തുടങ്ങി വലുതായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും. ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണമാണ് പല ടൈപ്പ് കളർ നമുക്ക് ബോഡിയിൽ വരുന്നത്. ഇപ്പം പ്യൂബർട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വജൈനൽ ഏരിയ ഒക്കെ ഡാർക്ക് ആവും. എല്ലാവർക്കും എന്നുള്ള കാര്യമല്ല, പലർക്കും അങ്ങനെ ആണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ബട്ടക്സ് ഏരിയ ഒക്കെ ഡാർക്കാണ്, അല്ലെങ്കിൽ വജൈനൽ ഏരിയ ഒക്കെ ഡാർക്കാണെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ടോട്ടലി നോർമലാണ്. അതിൻ്റെ കളർ ലൈറ്റൻ ചെയ്യാൻ, ആ ഏരിയയുടെ കളറൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ക്രീം, സ്പ്രേ, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നും നമ്മൾ ചെയ്യരുത്. അതൊക്കെ ടോട്ടലി നോർമലാണ്. നമ്മുടെ ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് ബോഡിയുടെ ഒരു സത്യമാണത്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ ടോട്ടലി നോർമൽ ആണെന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡിൽ നമ്മൾ എപ്പോഴും വെക്കണം. ഫാക്ട് എന്ന് പറയുന്നത് വജൈനൽ ഓർഡർ അല്ലെങ്കിൽ അണ്ടർ ആംസിൻ്റെ ഓർഡർ, ഇത് ഒരു ടോട്ടലി ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആൺകുട്ടിയോ പെൺകുട്ടിയോ നോക്കിക്കഴിഞ്ഞാൽ പോലും അതിന് ഒരു ചെറിയ ഓർഡർ ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ബോഡിയുടെ സ്മെല്ല് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും അവരുടെ ഒരു ബോഡി സ്മെല്ലുണ്ടാവും. ഇപ്പം നമ്മൾ ആനിമൽസിനെയൊക്കെ കണ്ടിട്ടില്ല, അവർ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു സ്മെല്ല് അറിഞ്ഞിട്ടാണ് അവരോടുള്ള അഫെക്ഷൻ കാണിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡി ഓർഡർ എന്താണെന്നുള്ളത് പ്രത്യേകം ആദ്യമേ തന്നെ മനസ്സിലാക്കാം. പിന്നെ വെജൈനൽ ഡിസ്ചാർജ് വരുമ്പോൾ നമുക്ക് ഒരു സ്മെല്ല് വരും, അല്ലെങ്കിൽ ഒരു ഓർഡർ വരും. അണ്ടർ ആംസിൽ ചിലവർക്ക് കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മണം ഉണ്ടാവും, ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്മെല്ല് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു മസ്റ്റ് കൺസൾട്ട് ഡോക്ടർ. കാരണം അതെന്തെങ്കിലും ഒരു ചേഞ്ചിൻ്റെ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചേഞ്ചിൻ്റെ ഒരു റിസൾട്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഓക്കെ, വജൈനൽ സ്മെൽ, വജൈനൽ ഓർഡർ, അണ്ടർ ആംസിൻ്റെ ഓർഡർ, ഇതൊക്കെ ടോട്ടലി നോർമലാണ്. ഇനിയിപ്പോൾ വജൈനൽ ഓർഡർ നമുക്ക് മാറ്റാനെന്നല്ല,
കുറയ്ക്കാനായിട്ട് നമുക്ക് വി വാഷ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്താൽ ഒരു വിധം ഒരു മാക്സിമം ഒരു പെർസെൻറ്റേജ് വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അല്ലാണ്ട് വേറൊന്നും നമ്മൾ ചെയ്യരുത്. കാരണം നമ്മുടെ പ്രൈവറ്റ് പാർട്സിന് pH ബാലൻസ് മെയിൻറ്റെയിൻ ആവില്ല. ഓക്കെ, അത് നഷ്ടമായി പോകും. പക്ഷേ നമ്മൾ വി വാഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ pH ബാലൻസ് നമ്മുടെ മെയിൻറ്റെയിൻ ആയി ഇരിക്കും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അണ്ടർ ആംസിൻ്റെ ഓർഡർ മാറ്റാനായിട്ട് ഒബ്വിയസ്ലി നമുക്ക് റോൾ ഓൺസ് അവൈലബിൾ ആണ്, പല ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു വിധം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വെജൈനൽ ഓർഡർ വരുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് പാർട്സിൻ്റെ അവിടെ ഒന്നും ഒരിക്കലും സ്പ്രേ അത് ക്രീം റോൾ ഓൺ അങ്ങനെയൊന്നും യൂസ് ചെയ്ത് അതൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് UTI ആണ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. മോസ്റ്റ്ലി ഗേൾസിലാണ് ഈ ഒരു കാര്യം കണ്ടുവരുന്നത്. ഓക്കെ, ഗേൾസിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ബോയ്സിനും ഉണ്ട് ജെൻസിനും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഗേൾസിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. നമ്മൾ പ്യൂബർട്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മെൻസസ് ആയി കഴിയുമ്പോൾ ഒക്കെ അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടും നമ്മൾ നല്ല നീറ്റാക്കി വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ UTI വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്ക് UTI വരും. എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു മടിയും കൂടാണ്ട് പറയുകയാണ്, നമ്മൾ പകുതി മാത്രം ഇരിക്കുക. ഓക്കെ, നമ്മൾ ഫുള്ള് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി പീ ചെയ്യുമ്പോൾ അത് അവിടെ ക്ലോസറ്റിൽ വീഴും, ആ വെള്ളം നമുക്ക് തെറിക്കും മുകളിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെജൈനൽ ഏരിയയിൽ അത് കൊള്ളും ആൻഡ് നമുക്ക് UTI വരും അല്ലേ. അപ്പോൾ നമ്മൾ ഹാഫ് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു സേഫ് സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാതിരുതാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ടോയ്ലറ്റ് സീറ്റ് വെച്ച് അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഐ ഡോണ്ട് തിങ്ക് അതൊരു സൊല്യൂഷനാണ്. കാരണം നമുക്ക് അതിൻ്റെ ഇൻഫെക്ഷൻ വരുന്നത് തന്നെ ആ ഒരു ക്ലോസറ്റിലെ വെള്ളത്തിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ സീറ്റിലും ജേംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് ടച്ച് ചെയ്യാണ്ട് പീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UTI നിന്ന് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സേഫ് ആവാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വജൈനൽ ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വാഷ് ചെയ്താൽ മാത്രം പോരാ, ഡ്രൈ ചെയ്യുക. വെറ്റായിട്ടിരുന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നം വരും. ആൻഡ് UTI എന്ന് വരുന്ന പ്രശ്നം ഭയങ്കര ഒരു വൃത്തികെട്ടൊരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ബോഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത് ആൻഡ് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയിൽ എന്തുണ്ടോ അതൊക്കെ നോർമലാണ്. നമ്മുടെ ബോഡി ഈസ് എ നോർമൽ തിങ്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം നോർമലൈസ് ആയിട്ട് എടുക്കുക. പക്ഷെ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞു ഡിഫറൻസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെമഡീസ് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ കാണാം, ഡോക്ടറിനെ കാണാം, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മുടെ ബോഡി ഒരിക്കലും കൊള്ളില്ല, ചീത്തയാണ്, അയ്യേ എന്ന് ഒരിക്കലും പറയരുത്. നമ്മുടെ ബോഡി നമ്മുടെയാണ്. വി മസ്റ്റ് ലവ് അവർ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തേക്കുക, ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ ബൈ.